സഫറിംഗ് ആൻഡ് സാക്രിഫൈസ്. ഒരുപക്ഷെ ഈ ലോകത്തിന് കഷ്ടതയെ പറ്റിയും ത്യാഗ മനോഭാവത്തെ പറ്റിയുമുള്ള ഒരു യഥാർത്ഥമായ കൃത്യ നിർവചനം നൽകിയത് ബൈബിൾ തന്നെയായിരിക്കും. കാരണം യേശു കർത്താവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാവ് പ്രവചിച്ചത് കഷ്ടത അനുഭവിക്കുന്ന ദാസൻ, സഫറിംഗ് സെർവന്റ്. പുതിയ നിയമത്തിൽ നമ്മൾ കർത്താവിൽ കാണുന്നതും ആ കഷ്ടത അനുഭവിക്കുന്ന ത്യാഗ മനോഭാവമുള്ള കർത്താവിനെ തന്നെയാണ്. കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാരിലും അത് തന്നെയാണ് നാം കണ്ടത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കാരാഗ്രഹത്തിലാണ്, കഷ്ടതയുടെ നടുവിലാണ്. കർത്താവിനെ അറിഞ്ഞു, ആ കർത്താവിനെ അനുഗമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പീഡയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഫിലിപ്പിയിലുള്ള ദൈവസഭയ്ക്ക് കാരാഗ്രഹത്തിൽ കഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ട് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ ഞാൻ സന്തോഷിക്കുന്ന പോലെ നിങ്ങളും സന്തോഷിക്കുന്നു. മാനുഷികമായുള്ള ചിന്തകളിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ അതൊരു ആശ്ചര്യമായിട്ട് മൗഢ്യമായ ഒരു ചിന്തയായിട്ട് തോന്നാം. പക്ഷേ പൗലോസ് പറയുകയാണ്, ആ ഫിലിപ്പി ലേഖനത്തിന്റെ പ്രമേയം തന്നെ നാം ആയിരിക്കുന്ന സാഹചര്യം എന്ത് എന്നുള്ളതല്ല. ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ നങ്കൂരമിടുന്നത് കർത്താവിലുള്ള സന്തോഷത്തിലാണ്, കർത്താവിലുള്ള പ്രത്യാശയിലാണ്. ഫിലിപ്പി ലേഖനത്തിലൂടെ പൗലോസ് സഭയെ ഉറപ്പിക്കുന്നത് പോലെ ഇന്ന് ആ വചനങ്ങളിലൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നതും നാം ബോധ്യമുള്ളവരാകേണ്ടതും നമ്മൾ ആയിരിക്കുന്ന സാഹചര്യമല്ല, കർത്താവിലുള്ള സന്തോഷത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഏക പ്രത്യാശയിലാണ് നമ്മൾ നങ്കൂരമിടേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ ഇളകാം, നമ്മുടെ പ്രതീക്ഷകൾ തകരാം. ഒരുപക്ഷെ നാം പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ പ്രതി നടക്കണമെന്നില്ല. പക്ഷെ അതിന് നടുവിലെല്ലാം സ്ഥിരമായിരിക്കുന്ന ദൈവവും ദൈവത്തിന്റെ വചനവും നമുക്ക് ഒപ്പമുണ്ട്. ആ പ്രത്യാശയിൽ, ആ വിശ്വാസത്തിൽ നമ്മൾക്ക് മുൻപിൽ ഒരു കർത്താവ് ഉള്ള പ്രത്യാശയിൽ മുൻപോട്ട് പോകുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.